ഒരല്പം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ് ഗൈസ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കിടിലൻ ചിക്കൻ കറിയാണ്. എൻ്റെ വീട്ടിൽ ചെയ്യുമ്പോഴത്തെ രീതിയിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗ കത്തിച്ച് പാത്രം കയറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലാണ്, ഈ ചെറിയ ഉരുളിയിലാണ് നമ്മളിന്ന് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് അല്പം എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ, പാം ഓയിൽ അല്പം ചേർത്ത് കൊടുക്കുക. ഓക്കെ, ആദ്യം ഒന്ന് കടുക് പൊട്ടിക്കാനാണ്. ഓക്കെ, ഇത്രയും എണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം ആദ്യം കടുക്, അപ്പോൾ ആദ്യം അല്പം കടുകിടാം. ഒരല്പമാണ് കടുകിട്ടത്. എന്നിട്ട് ഒരല്പം ഉള്ളി, ഇനി ഒരല്പം കറിവേപ്പില. ഓക്കെ, അത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർക്കാം. ഓക്കെ, തീ കൂടി പോയി. അപ്പോൾ ഏതാണ്ട് കരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കരിയുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉള്ളി, തക്കാളി, ഒരു 1/2 കിലോ ഉള്ളിയും ഒരു 4-5 തക്കാളി. നമുക്കിനി ഇതിനെ നന്നായിട്ട് വഴട്ടിയെടുക്കണം. നന്നായിട്ട് ഇളക്കി വഴട്ടി എടുക്കണം ഇതിനെ. ഓക്കെ, ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര ഉപ്പ് കൂടെ, ഒരു 1/2 സ്പൂൺ. നമുക്കിനി ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴണ്ട് വരണം. നല്ല രീതിയിൽ വഴറ്റി എടുത്തതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അങ്ങനെയാണ്.
ഇനി നല്ല രീതിയിൽ വരണ്ട് വരാനുണ്ട്. ഉണ്ടോ കണ്ടോ? നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1-ാം പാല് ചേർത്ത് കൊടുക്കാം അല്ലേ? മൊത്തത്തിൽ ഒരു പാലേ ഉള്ളൂ, തേങ്ങാപ്പാൽ. ഓക്കെ, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, തേങ്ങാപ്പാൽ 1 തേങ്ങയുടെ പാലാണിത്. ഓക്കെ, ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം 1 തേങ്ങയുടെ പാൽ. ആണോ ഞാൻ തീ ഇല്ല, ഞാൻ വിചാരിച്ചു വാളിയുണ്ട്. തീ കൂട്ടി വയ്ക്കണോ? ഇറച്ചിട്ടാ ഇതിലോട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി. ഓക്കെ, ഇറച്ചിയുടെ ആദ്യം കഴുകി കുറച്ച് വെള്ളം അതിലുണ്ടാവും. ഇനി നമുക്ക് പീസ് ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം ഫുള്ളായിട്ട്. ഓക്കെ, ഇത് കറിക്ക് വേണ്ടി കട്ട് ചെയ്ത സൈസാണ്. ഇത് ഫുള്ളായിട്ട് പറക്കി ഇതിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചട്ടകം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി മറിച്ച് വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റാണിത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനെയും ഒന്ന് ഇളക്കി മറച്ച് വയ്ക്കാം. നമുക്കിതിനെ ഇനി ഇതൊന്ന് തിളച്ച് വേണവരേക്കും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൈ വെള്ളം ഇല്ലടി. ഇത് മൈക്ക് കാണാത്ത അപ്പോൾ നമുക്കിത് നോക്കാം എന്തായെന്ന്. കുറച്ച് സമയമായി വേവിക്കാൻ വെച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ അല്പം ഒന്ന് കുറച്ച് വയ്ക്കുക. ചെറുതാകത്തണം. ഓക്കെ,
അടി പിടിച്ചെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ഇനി മഞ്ഞപ്പൊടി, ഒരല്പം മഞ്ഞപ്പൊടി, ഒരല്പം മഞ്ഞപ്പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, അല്ലെങ്കിൽ 3 സ്പൂൺ മല്ലിപ്പൊടി. രണ്ട് സ്പൂൺ മുളക് പൊടി. അപ്പോൾ അതിന് മസാലപ്പൊടി, ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മസാലയും കൂടെ കുറച്ച് കൊടുക്കാം. ഓക്കെ, ഒരു 3 സ്പൂണോളം അടുപ്പിച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഇനി കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മസാലപ്പൊടി നമ്മളിവിടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് അറിയാൻ പാടില്ല, നമ്മളിവിടെ കൂടെ കിട്ടുന്ന സാധനമാണ്. ഇതും കൂടെ ഒരു അല്പം ചേർത്ത് കൊടുക്കുക, ഒരു മണത്തിന് വേണ്ടി. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കാം. ഓക്കെ, ഇതാ ഇളക്കുവാ, ഇളക്കുവാ. ഇനി എന്നെ എന്നൊന്ന് പറഞ്ഞു. മതി, എത്രയുള്ള മതിയാ. അപ്പോൾ കുറച്ച് ഇഞ്ചി അരച്ച് വെച്ചിരുന്നതിൻ്റെ അതിൻ്റെ കുറച്ച് വെള്ളവും കൂടെ, അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതാ നോക്കി നോക്കാം. കൂടിപ്പോയിരുന്നു ഇല്ലേ? അപ്പം എനിക്ക് തോന്നിയതായിരിക്കും. അപ്പം ഇനി ഇത് എത്ര നേരം വെച്ചിരിക്കണം? ഇറക്കാനാ? കഴിഞ്ഞാ? ഓക്കെ, അപ്പോൾ തീ അണച്ചിട്ടുണ്ട്. റെഡി ആയി. അല്പം കരിവേപ്പില കൂടെ ഇതിൻ്റെ മീതെ കൂടെ ഇട്ട് കൊടുക്കും. ഓക്കെ, സ്റ്റോപ്പ്. ടേസ്റ്റ് ചെയ്യാൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ചിക്കൻ. ഓക്കെ, ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ആ ചൂടോടെ ഉണ്ടാക്കി ആ സമയത്ത് എടുക്കുന്നതാണ്. ഓക്കെ, ചൂട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് പഞ്ഞു പോലായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊന്നുമില്ല. നമ്മൾ ഇറച്ചി എങ്ങനെ കഴിക്കേണ്ടതെന്ന് ആ രീതിയിലുണ്ട് കറക്റ്റായിട്ട്. നമുക്ക് ചവച്ചൊക്കെ കഴിക്കാൻ ആ പരുവത്തിൽ വേണ്ട. നന്നാ വെന്തിട്ടുണ്ട്, വെന്തിട്ടില്ല എന്നല്ല. ഉണ്ടാ വരുന്നുണ്ടോ? ഇന്നൊരു പീസ് കഴിച്ചോ. ഇങ്ങതാ കഴിച്ചോ. അങ്ങനുണ്ട്.
കൊള്ളാമാ കഴി. അപ്പോൾ നല്ല കിടില സാധനമാണ്. വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇതുപോലെ. ഇത് ഫുള്ളായിട്ട് എൻ്റെ ഇതല്ല, അമ്മയാണ് സൈഡിൽ നിന്നുകൊണ്ട് അമ്മ പറഞ്ഞു തരായിരുന്നു ഫുള്ളായിട്ട്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. സാധനം സൂപ്പറാണ്. പക്ഷേ എരിവ് ഓവറായിട്ട് എരിവ് ചേർക്കാതെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് എരിവ് കുറച്ചേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് എരിവ് കുറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി പക്ഷേ കളറൊക്കെ കറക്റ്റ് കളറാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ നിജു, ഗുഡ് ബൈ.